ഒരു ടേമാണ് ഫങ്ഷൻസ് എന്നുള്ളത്. വി നോ ദാറ്റ് എ ഫങ്ഷൻ ഫ്രം എ സെറ്റ് എ ടു ബി ഈസ് എ റൂൾ വിച്ച് അസൈൻസ് ടു ഈച്ച് വാല്യൂ, ഈച്ച് എലമെൻറ്റ് ഓഫ് എ യുണീക്ക് എലമെൻറ്റ് ഇൻ ബി. ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ് പഠിച്ചു തുടങ്ങിയ ആദ്യത്തെ സെഷനുകളിലും നമ്മൾ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട പല ഫങ്ഷൻസും ഫങ്ഷൻസ് ഓഫ് റിയൽ വേരിയബിൾസ് ആയിരുന്നു. അതായത് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള പല ഫങ്ഷൻ്റെയും ഡൊമെയിനിലുള്ളത് റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് ആണ്. അതായത് ഫങ്ഷൻസ് ഹൂസ് ഡൊമെയിൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ലെറ്റ് എസ് be a subset of set of all complex numbers. So complex plane ൻ്റെ ഒരു സബ്സെറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. എ ഫങ്ഷൻ എഫ് ഓൺ എസ് വിച്ച് ഇസ് റിട്ടൺ, നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതുന്നത്. എഫ് ഫ്രം എസ് ടു സി ഈസ് എ റൂൾ ദാറ്റ് അസൈൻസ് ടു ഈച്ച് സെഡ് ഇൻ എസ് എ കോംപ്ലക്സ് നമ്പർ ഡബ്ല്യു. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൊമെയിനും കോഡൊമെയിനും കോംപ്ലക്സ് പ്ലെയിനിലാണുള്ളത്. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആൻഡ് കോഡൊമെയിനായിട്ടും നമ്മൾ എടുക്കുന്നത് സി തന്നെയാണ്. സോ നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നതിന് സപ്പോസ് വി റൈറ്റ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. ഇതിലെ സെഡും ഒരു കോംപ്ലക്സ് നമ്പറാണ്, ഡബ്ല്യുവും ഒരു കോംപ്ലക്സ് നമ്പറാണ്. സോ ദിസ് നമ്പർ ഡബ്ല്യു ഈസ് കോൾഡ് വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ് ആൻഡ് വി റൈറ്റ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. Here S is the domain of definition of F. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡൊമെയിൻ പറഞ്ഞില്ല എന്ന് വരും. അപ്പോൾ ഏതൊക്കെ പോയിൻറ്റ്സിൽ നമുക്ക് തന്നിരിക്കുന്ന റൂൾ ഡിഫൈൻഡ് ആണോ അത് മുഴുവനും നമ്മൾ ഡൊമെയിനിലുള്ളതായിട്ട് സങ്കല്പിക്കും. നൗ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z. We know that 1/z is a complex number whenever z not equal to 0. സോ ഞാനിവിടെ ഡൊമെയിനായിട്ട് എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് സെഡ് വെർ സെഡ് നോട്ട് ഈക്വൽ ടു 0, ഓർ ഇവിടെ എസ് എന്ന് പറയുന്നത് സി മൈനസ് 0, സിംഗിൾട്ടൺ 0. ഇതാണ് നമ്മുടെ ഡൊമെയിൻ. ഇവിടെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. സോ സപ്പോസ് ഐ റൈറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ദെൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/x പ്ലസ് ഐ വൈ. ആൻഡ് വി നോ ദാറ്റ് 1/x പ്ലസ് ഐ വൈ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് വി ടേക്ക് എഫ് ഓഫ് സെഡ് ആസ് ഡബ്ല്യു, വി നോ ദാറ്റ് ഡബ്ല്യു ഈസ് ഓൾസോ എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ അതിനെയും നമുക്ക് സം യു പ്ലസ് ഐ വി ഫോമിൽ എഴുതാം, വെർ യു ആൻഡ് വി ആർ റിയൽ നമ്പേഴ്സ്. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z. സോ യു പ്ലസ് ഐ വി ഈക്വൽ ടു 1/x പ്ലസ് ഐ വൈ. ഈ 1/x പ്ലസ് ഐ വൈ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ് മൈനസ് ഐ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനെ നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ മൈനസ് വൈ ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ യു പ്ലസ് ഐ വി ഈസ് സെയിം ആസ് x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ നമ്മൾ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് യു ഇസ് ഈക്വൽ ടു x/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് v is equal to, this is not y, v is equal to മൈനസ് വൈ ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വി റൈറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്കറിയാം. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്നൊക്കെ പറയുന്നത് എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യു ആൻഡ് വി ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും മാറുമ്പോൾ യുവിൻ്റെയും വിൻ്റെയും വാല്യൂസ് മാറും. സോ ഹിയർ ദിസ് യു ആൻഡ് വി ആർ റിയൽ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, യു വി എന്നൊക്കെ പറയുന്നത് R2 നിന്ന് Rലേക്കുള്ള രണ്ട് ഫങ്ഷൻസാണ്.
Okay, so u of xy is equal to x over x square plus y square എന്നും v of xy is equal to minus y over x square plus y square എന്നും നമുക്ക് എഴുതാം. So both are real valued functions of real variables x and y. Now ഇതിനെ തന്നെ നമുക്ക് പോളാർ ഓർ എക്സ്പൊണൻഷ്യൽ ഫോമിലും കൂടി ഒന്ന് കാണാം. ഇതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ഇതേ ഡൊമൈൻ തന്നെ. നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതിയതിന് പകരം സെഡിനെ ആർ ഇ പവർ ഐ തീറ്റ എന്ന് എഴുതുന്നു. വെർ ആർ നമുക്കറിയാം, ആർ ഇസ് മോഡ് സെഡ് ആൻഡ് തീറ്റ ഈസ് ആർഗ്യുമെൻറ്റ് ഓഫ് സെഡ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ദിസ് ഡബ്ല്യു ഈസ് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ, സോ ദാറ്റ് അതിനെയും നമുക്ക് പോളാർ ഫോമിൽ എക്സ്പൊണൻഷ്യൽ ഫോമിൽ സം റോ ഇ പവർ ഐ ആൽഫ എന്ന് എഴുതാം. വെർ റോ ഈസ് ദ മോഡുലസ് ഓഫ് ഡബ്ല്യു ആൻഡ് ആൽഫ ഈസ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും റോ, എന്തായിരിക്കും ആൽഫ എന്ന് നോക്കാം. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z. സോ റോ ഇ പവർ ഐ ആൽഫ ഈക്വൽ ടു 1/r ഇ പവർ ഐ തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു 1/r ടൈംസ് ഇ പവർ മൈനസ് ഐ തീറ്റ, which is 1/r cos theta minus I sin theta. Again നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 1/r ടൈംസ് cos theta പ്ലസ് I ടൈംസ് മൈനസ് 1/r sin theta. ഓക്കെ, സോ ഇവിടെ നമുക്ക് റോ മോഡുലസ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും rho is nothing but 1/r and alpha is nothing but minus theta. ഓക്കെ, മാത്രമല്ല നമുക്കിപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് 1/r cos തീറ്റയാണ് റിയൽ പാർട്ട്. സോ u is 1/r cos തീറ്റ ആൻഡ് v is minus 1/r sin തീറ്റ. അപ്പോൾ ഇവിടെയും നമുക്ക് യുവിനെയും വിയെയും R2വിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷൻസ് ആയിട്ട് കാണാം. പക്ഷെ ഇവിടെ വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആർ ആൻഡ് തീറ്റ. ഓക്കെ, ആക്ച്വലി R2വിൽ നിന്ന് ആറിലേക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആർ പ്ലസ് ക്രോസ് ആറിൽ നിന്ന് ആർ പ്ലസ് ക്രോസ് 0-2πയിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം നമുക്കറിയാം മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും നോൺ നെഗറ്റീവാണ്. മാത്രമല്ല തീറ്റ 0-2πയിൽ എന്തായാലും തീറ്റയുടെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് ദ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ആസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആർ ആൻഡ് തീറ്റ. നൗ ഇതുപോലെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കാണാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആൻഡ് ദിസ് ഇസ് ഡിഫൈൻഡ് ഫോർ എവറി സെഡ് എലമെൻറ്റ് ഓഫ് സി. സോ നമ്മളിവിടെ സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നു. f of z is w, it is a complex number, so we write it as u plus iv. Then u plus iv is same as x plus iy the whole square, which is same as x square minus y square plus I 2xy. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും റിയൽ പാർട്സ് ഇമാജിനറി പാർട്സ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് u is x square minus y square and v is 2xy. സോ ഇവിടെയും നമുക്ക് യുവും വിയും R2വിൽ നിന്ന് ആറിലേക്കുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്. ആൻഡ് u of xy is defined as x square minus y square and v of xy is defined as 2xy. Okay, so we have two real valued functions of real variables x and y. ഇതിനെ നമ്മൾ പോളാർ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നോക്കുകയാണെങ്കിൽ സെഡിനെ ആർ ഇ പവർ ഐ തീറ്റ and f of z is w, which is rho e power I alpha. So w is z square. അപ്പോൾ ഇവിടെ r square I 2 theta, which is r square times cos 2 theta plus I sin 2 theta. So from here we get rho is nothing but r square and alpha is nothing but 2 theta. So u r theta is same as, or real part is same as r square cos 2 theta, and imaginary part v, it's a function of r and theta, this is same as r square sin 2 theta. Now
f of z equal to mod z square, where z element of C. So I write z as x plus iy. So f of z is equal to w, which is u plus iv. Then u plus iv is same as mod z square, and mod z square is x square plus y square. So if we equate real and imaginary parts, we will get u is equal to x square plus y square, and its imaginary part is 0, because actually we have I times 0 here. So imaginary part is 0. Okay. ഇനി അതുമാത്രമല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ പോളാർ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതുകയാണെങ്കിലും ഈ w എന്നുള്ളതിനെ നമ്മൾ റോ ഇ പവർ ഐ ആൽഫ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ റോ എന്ന് പറയുന്നത് വി ഹാവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് സെയിം ആസ് ആർ സ്ക്വയർ. ദെൻ ആൽഫ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഹിയർ ഇൻ ദ പോസിറ്റീവ് എക്സ് ആക്സസിലാണ് ഇത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സോ ആൽഫ ഈസ് 0 ഹിയർ. സോ റോ ഇ പവർ ഐ ആൽഫ ഫോമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദിസ് w ക്യാൻ ബി റിട്ടൺ ആസ് ആർ സ്ക്വയർ ഇ പവർ ഐ 0, ഓർ ദിസ് ഇസ് സിംപ്ലി ആർ സ്ക്വയർ. നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള, അതായത് നമ്മൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആയിട്ട് ഫെമിലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ചിലതിന് ഇനി നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ചില കോംപ്ലക്സ് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസ് കാണാം. സപ്പോസ് a0, a1, etc. an are all complex constants, and this an is non-zero. So a0 is a complex number, a1 is a complex number, etc. an is a complex number. This an is non-zero. Suppose we define a function p of z as a0 plus a1z plus a2z square plus etc. plus anz power n. This is known as a polynomial of degree n. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, കോഎഫിഷ്യൻസ് എല്ലാം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് പി ഓഫ് സെഡ് ആസ് ഐ പ്ലസ് 2iz പ്ലസ് 1 പ്ലസ് ഐ സെഡ് സ്ക്വയർ. ദിസ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. Now suppose p of z and q of z are two polynomials, and I am defining f of z as p of z by q of z whenever q of z is non-zero. So ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് f of z. That is defined as p of z by q of z. അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഡിനോമിനേറ്റർ നോൺ സീറോ ആകുമ്പോൾ മാത്രമാണ്. p of z by q of z where q of z not equal to 0. Okay, such functions are known as rational function. So ratio of or quotient of two polynomials, it is known as rational function, and it is defined at every point where q of z is non-zero. പിന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇ പവർ സെഡ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ എനിക്ക് ഇ പവർ എക്സ് പ്ലസ് ഐ വൈ എന്നെഴുതാം, വിച്ച് ഇസ് സെയിം ആസ് ഇ പവർ എക്സ് ടൈംസ് ഇ പവർ ഐ വൈ, which is same as e power x times cos y plus I sin y. So ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇ പവർ സെഡിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇ പവർ എക്സ് കോസ് വൈ ആയിരിക്കും. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇ പവർ എക്സ് സൈൻ വൈ ആയിരിക്കും. വേറൊരു രീതിയിൽ പോളാർ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ പവർ സെഡിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇ പവർ എക്സ് ആയിരിക്കും. ഓക്കെ, വെർ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കുക. സോ ഇ പവർ സെഡിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇ പവർ എക്സ് ആയിരിക്കും. അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വൈ ആയിരിക്കും. ഓക്കെ, സോ ഇനിയും നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസുമായിട്ട് വരുന്ന സെഷനുകളിൽ പരിചയപ്പെടാം. ഫങ്ഷൻസിൻ്റെ നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന ലിമിറ്റ്, കണ്ടിന്യൂറ്റി തുടങ്ങിയ പ്രോപ്പർട്ടീസിലേക്കും വരുന്ന സെഷനുകളിൽ